ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തഞ്ചാവൂരിലെ രാജഗോപാല പീരങ്കി കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നാലു നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ വക്കിൽ നിന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ അവസാന അത്ഭുതങ്ങളിലൊന്നായ തഞ്ചാവൂരിലെ വമ്പൻ പീരങ്കി പിറവിയെടുത്തത്. ഏകദേശം 20 ടൺ ഭാരവും 25 അടി നീളവും 150 കിലോഗ്രാം വെടിമരുന്ന് ഉപയോഗിച്ച് 800,000 കിലോഗ്രാം ഭാരമുള്ള വെടിയുണ്ട തീർക്കാനുള്ള കഴിവ് ഈ പീരങ്കിക്കുണ്ടായിരുന്നു. തഞ്ചാവൂരിലെ വമ്പൻ പീരങ്കി മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ പീരങ്കികളിലൊന്നാണ് ഈ ഭീമൻ ഉരുക്ക് യന്ത്രം. തഞ്ചാവൂരിലെ നായ്ക്കർ ഭരണകാലത്ത് 1620-30 കാലഘട്ടത്തിലാണ് ഈ ഭീമൻ പീരങ്കി നിർമ്മിക്കപ്പെട്ടത്. തുരുമ്പിക്കാത്ത ലോ കാർബൺ ഉരുക്കിലായിരുന്നു നിർമ്മാണം. ഉരുക്കിറിങ്ങുകളും നീളൻ ഉരുക്ക് പട്ടകളും ഒരു പിഴവുമില്ലാതെ ഫോർജ് വെൽഡ് ചെയ്താണ് ഈ വിസ്മയം പൂർത്തീകരിച്ചത്. 4 നൂറ്റാണ്ട് മഴയും വെയിലുമേറ്റ് നിന്നിട്ടും തുരുമ്പിന് ഈ പീരങ്കിയിൽ ഒരു കോട്ടവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ മറ്റു പീരങ്കികളും തഞ്ചാവൂരിൽ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളുണ്ട്. സി 1700 കാലഘട്ടത്തിൽ നായ്ക്കന്മാർക്ക് തഞ്ചാവൂരിലെ ഭരണം നഷ്ടപ്പെട്ടു. ഭരണം മുഗൾ അവശിഷ്ട ഭരണാധികാരികളിലേക്കും ആത്യന്തികമായി ബ്രിട്ടീഷുകാരിലേക്കും മാറി. ബ്രിട്ടീഷുകാർ മിക്ക പീരങ്കികളും ഇളക്കിമാറ്റി ബ്രിട്ടനിലേക്ക് കടത്തി. ഉരുക്കിൻ്റെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ 20 ടൺ തുരുമ്പിക്കാത്ത ഉരുക്കിന് തുല്യഭാരം സ്വർണത്തിൻ്റെ വിലയുണ്ടായിരുന്നു. ഇത്തരം യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന വിശ്വകർമ്മ വിഭാഗങ്ങളെ ബ്രിട്ടീഷുകാർ കടുത്ത ശത്രുക്കളായി കണ്ട് കൊന്നൊടുക്കി. തദ്ദേശീയ ഉരുക്ക് നിർമ്മാണം ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം നിയമനിർമ്മാണങ്ങൾ നടത്തിയ ബ്രിട്ടീഷുകാർ കറുപ്പ് കച്ചവടക്കാരായ ചില ഇന്ത്യൻ കച്ചവടക്കാരെ ഉപയോഗിച്ച് തദ്ദേശീയ ഉരുക്ക് നിർമ്മാണത്തെ സമ്പൂർണ്ണമായി നശിപ്പിച്ചു. ബ്രിട്ടീഷുകാർ കട്ടെടുക്കാൻ വിട്ടുപോയ ഒരു വമ്പൻ പീരങ്കി ഇന്നും തഞ്ചാവൂരിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. ആർക്കും വേണ്ടാതെ ആ മഹാത്ഭുതം നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.